ഹായ് ഫ്രണ്ട് സ്റ്റോറിയോടെ പോവാം. ഗോഡ് പാൽ പറയും നിനക്ക് എന്ത് വേണം ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഗോഡ് പാക്ക് പറയാൻ തുടങ്ങി. നീ ആ ഫീൽഡിൽ പോയി നിൻ്റെ ടാസ്ക് നീ ചെയ്യോ. ഗോഡ് ഫാദർ നിങ്ങളെന്തിനാണ് എന്നെ സെലക്ട് ചെയ്തത്? സെലക്ട് ചെയ്യാൻ കാരണം നീ നല്ല മനസ്സുള്ള കുട്ടിയാണ്. അതുമാത്രമല്ല നിനക്ക് ടാസ്കും ഉണ്ട്. എല്ലാ കാര്യം ചെയ്ത് നിനക്ക് ബയ്യാമ്പോൾ നല്ല കാര്യം നടക്കും. ഗോഡ് ഫാദർ പറഞ്ഞു. ശരി, ഓക്കെ, ഇതാ ഇവൾ നിൻ്റെ കൂടെ വരും. ഗോഡ് ഫാദർ ഇവളെൻ്റെ കൂടെ വരൂ. അതെ, ഇവളെൻ്റെ കൂടെ കണ്ടിട്ടേ വരും. നിങ്ങൾക്ക് അവളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞു. താങ്ക്സ് ഗോഡ് ബാഡ്. അതെ, എനിക്ക് ഇവിടുന്ന് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റും ഗോഡ് ബാഡ് സാധനം. നിനക്ക് ഇവിടുന്ന് പോകുമ്പോൾ നിനക്ക് സാധനം കൊണ്ടുപോട്ടെ. ഇനി നീ ഉറങ്ങാൻ ആവശ്യമില്ല. ഇവളും നിൻ്റെ കൂടെ വരും. നീ ഉറങ്ങാതെ തന്നെ പോവാം എനിക്ക് ഗോഡ് ഫാദർ പറഞ്ഞു. ശരി, എൻ്റെ ഹീറോയ്ക്ക് ഇങ്ങനെ ഹാപ്പിയായി. ശരി, ഓക്കെ, ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് ഹീറോയ്ക്ക് പറഞ്ഞു. എപ്പോൾ വേണം നിനക്ക് പോയിട്ട് വരാം ഗോഡ് ഫാദർ പറഞ്ഞു. അത് മാത്രമല്ല ഇത് വെച്ചോ എന്ന് രണ്ടുപേർക്കും ഒന്ന് തന്നു. അതെ, അത് പയ്യം അതൊരു മാലയാണ്. ഇത് വെച്ച് നിങ്ങൾക്ക് ടൈം പാസ് ചെയ്യാം. പിന്നെ ഇത് വെച്ച് നിനക്ക് ഓരോന്നും അതിനായിട്ട് ഓരോന്നും പറയാൻ തുടങ്ങി. നിനക്ക് നീ എന്ത് പറഞ്ഞു അതൊന്നും സംഭവിക്കും. മറിയാൻ പറ്റും. ഇതിൽ എനിക്കൊന്ന് കാട്ടിത്തരും. മറിയാൻ പറ്റും. അത് ഈ മാലൻ്റെ കൂടെ സംസാരിക്കും. അതിനായിട്ട് ഒരു പെട്ട് തന്നിട്ട് പോയിരുന്നു. 2 പെട്ടായിരുന്നു, ഒരു പക്ഷിയും ഒരു തത്ത. ഗോഡ് ഫാദർ ഇത് പക്ഷിയോ തത്ത? അത് മാത്രമല്ല അമ്മ, എന്നെ ഒരു പെട്ടിന് ഇത് ചെയ്ത് കഴിഞ്ഞു. എന്ത് ഇത്? ക്യാറ്റല്ലേ ഇത്? ഇല്ല അമ്മ, ഇത് ക്യാറ്റല്ല, ഇത് ടൈഗറാണ്. അത് അതിൻ്റെ യഥാർത്ഥ രൂപമായിട്ട് മാറി. അപ്പോൾ തത്ത യഥാർത്ഥ രൂപം മാറി, വലിയ തത്തായിട്ട് മാറി. വാവ്, ബ്യൂട്ടിഫുൾ. അതെ, ഇത് ഇവിടെ കാണുമ്പോൾ നോർമലായിട്ട് കാണാൻ പറ്റും. നിനക്ക് എപ്പോൾ പറഞ്ഞാൽ ഇത് മാറാൻ പറ്റൂ. ഈ പെട്ടിക്ക് ഒരു അതിശയമാണ്. ഇവർ 2 പെട്ടി കുറച്ച് വ്യത്യാസമാണ്. ഇവർക്ക് എന്ത് ആവാൻ പറ്റും? ഓ, അങ്ങനെയാണോ? അതെ, ആനിമൽസ് വരെ ആവാൻ പറ്റും. ഓ, അത്രയാണോ? ആ, അതെ മോളെ. എന്നാൽ പിന്നെ ഒന്നും ഉണ്ടോ ഈ ഇതൊന്നും ഇത് പറഞ്ഞൊരു സാധനം കൊടുത്തു. ഇതിൽ നിനക്ക് എന്ത് സാധനം ഉണ്ടാക്കാൻ പറ്റും? ഗോഡ് ഫാദർ പറഞ്ഞു. ഒരു ബുക്ക്, ഇതിൽ നീ എല്ലാം മാജിക് പഠി. ഗോഡ് ഫാദർ പറഞ്ഞു. ഗോഡ് ഫാദർ ഇതിലെല്ലാം മാജിക് ഞാൻ പഠിക്കടാ? അതെ, ആ വേൾഡിൽ മാജിക് വേൾഡ്. ആ മാജിക് വേൾഡ് നീ മാജിക് പഠിക്ക്. ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്തോ. ഗോഡ് ഫാദർ എനിക്ക് മാജിക് പ്രാക്ടീസ് ചെയ്യാം, മാത്രം ഈ വേൾഡിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ? നീ യൂസ് ചെയ്തതിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റും, തനിയെ യൂസ് ചെയ്യാം. എൻ്റെ കണ്ണുക്ക് കാട്ടാൻ പാടില്ല, മനസ്സിലായോ? ശരി ഗോഡ് ഫാദർ, അത് എനിക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. എല്ലാ പവർ മാജിക് ബുക്ക് ഫുള്ള് കൊടുത്തു. ഞാൻ ഫാദർ മാജിക് യൂസ് ചെയ്ത് ഗോഡ് ഫാദർ എല്ലാ മാജിക് പവർ ഹീറോയ്ക്ക് കൊടുത്തു. ഇങ്ങനെ മെമ്മറി ഫുള്ള് പവർ കൊടുത്തു ഹീറോയ്ക്ക്. അങ്ങനെ ഇങ്ങനെ ഒരു പവർഫുൾ ബുക്ക് കൊടുത്ത് അത് ഹീറോയിൻ്റെ മണ്ടയ്ക്ക് കയറ്റി. ഹീറോയ്ക്ക് കഷ്ടമാകാൻ തുടങ്ങി. കുറച്ച് മയങ്ങി വീണു ഹീറോയിൻ. പിന്നെ എണിച്ച് നോക്കും, ഹീറോയിൻ്റെ മണ്ടയിൽ നിറയെ മാജിക് ഉണ്ടായിരുന്നു. അതല്ല, ബുക്കിലും മനസ്സിലാവും ഹീറോയ്ക്ക് എങ്ങനെ മാജിക് യൂസ് ചെയ്യാം. അങ്ങനെ മാജിക് മണ്ട കയറുന്നപ്പോൾ ഒരു പവർ ഇത് കഴിച്ച് ഹീറോയ്ക്ക് എല്ലാ ലാംഗ്വേജ് മനസ്സിലാവും. അതുമാത്രമല്ല ഹീറോയ്ക്ക് പവർ കൂടി നിറയെ മാജിക് പവർ. അങ്ങനെ ബീസ്റ്റ് ഹീറോയ്ക്ക് വൈറ്റായിരുന്നുള്ളത്. അതൊക്കെ ഹീറോയിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതും സംസാരിക്കാൻ ഹീറോയ്ക്ക് മനസ്സിലാവും. ബീസ്റ്റ് കൺട്രോൾ പവർ കൊണ്ടും ആനിമൽസ് സംസാരിക്കാൻ ഹീറോയ്ക്ക് മനസ്സിലാവും. ശരി, ഹീറോ ജോളിയായിട്ട് എൻജോയ് തുടങ്ങി. പെട്ടുകൂടെ പറയാൻ തുടങ്ങി. നമുക്ക് പോവാ പുറത്തേന്ന്. ഹീറോയിന് ജോളിയായിട്ട് സംസാരിച്ചുകൊണ്ട് പോരാൻ തുടങ്ങി. വാവ്, പ്ലേസ് സൂപ്പറായിട്ടുണ്ട്. അങ്ങനെ 2 പെട്ടിക്ക് ആ പ്ലേസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഹീറോയിൻ്റെ ഫ്രണ്ട് ഫാത്തിമ വന്നു. അങ്ങനെ ഹീറോയിൻ പറയാൻ തുടങ്ങി. എന്നിട്ട് നീ വന്നോ? വാവ്, എന്ത് ചന്തുള്ള തത്ത. അങ്ങനെ തത്തൻ ടച്ച് ചെയ്യാൻ തട്ടന് ഒന്ന് പോടി എന്ന് ഒരു അടി വെച്ച് അവൾക്ക്. അയ്യോ, ഈ തത്തനെ എന്നടി ടച്ച് ചെയ്യാൻ. പൂച്ച എന്തോടാ? പൂച്ച ഒരു മുറിച്ച് ഇവളെന്തിടി പൂച്ച ഇങ്ങനെ മുറിക്കുന്നത്? ഈടി മച്ചി, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല തോന്നുന്നുടി മച്ചി. ശരിടി. അങ്ങനെയായിട്ട് ഹീറോ ജോളിയായിട്ട് എൻജോയ് ചെയ്തു. അങ്ങനെ ഈ വേൾഡിൽ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ ടി വി വെച്ച് നോക്കായിരുന്നു. പൂച്ച വന്ന് ടി വി നോക്കി, തത്ത ടി വി നോക്കി ഷോക്കായി പോയി. ഇവരാ ഇത് കണ്ട് ഷോക്കായി. ഹീറോയിൻ്റെ ഫ്രണ്ട് തണ്ണി കുടിച്ച് വരാടി. തണ്ണി എനിക്ക് ഫ്രിഡ്ജിലുണ്ടോ? ഉണ്ടടി ഓർഡർ. ഹീറോ എന്താ ഇവരാ? എടി കാറ്റ് പറയുന്നത് അവിടെ വൈറ്റ് ടൈഗർ, ഇതാണ് കിങ് ടൈം, അവിടുത്തെ പ്രിൻസ് പാലസിൻ്റെ പ്രിൻസ്. എന്ത് വൈറ്റ് ടൈഗറിനെല്ലാം ടൈഗർ നിറയെ ടൈഗറുണ്ട്, അതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നു. എന്ത് സത്യമാണോ? അതെ, നിനക്ക് കാട്ടിത്തരാം. എന്നൊക്കെ പോകുമ്പോൾ ഇവനെ കാട്ടിത്തരാം എന്ന് തത്ത പറയാൻ തുടങ്ങി. ശരി, ഓക്കെ. എന്നാൽ ഹീറോയുടെ ഫ്രണ്ട് പറയാൻ തുടങ്ങി. ശരി, ഓക്കെ ഡി മച്ചേ, നമുക്ക് ഇവരെ കാണുകയാണെങ്കിൽ അപ്പോൾ തത്തേൻ്റെ ഇടയൊക്കെ തുടങ്ങി. നിങ്ങൾക്ക് മെൻഷനാകാൻ പറ്റുമോ?
അതെ നമ്മൾക്ക് പറ്റും. ശരി ഓക്കെ. ഹീറോയ്ക്ക് കുറച്ച് പണം ഹീറോയിൻ്റെ കയ്യിലുണ്ട്. ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ തുടങ്ങി. ഫ്രണ്ടും കൂടെ വന്നു. അങ്ങനെ തത്ത, അങ്ങനെ 2 തത്തമാർ, തത്തം ഇത് ആ ക്യാറ്റ് മാറി അത് മെൻഷനായിട്ട് മാറി. അങ്ങനെ ഫ്രണ്ട് പറഞ്ഞു ഫാത്തിയ ഇതാരടി? ആ ഇവരെൻ്റെ ഫ്രണ്ടാണടി മച്ചി, ഇത് എൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ട്സാണ്. ഓ ഹലോ ഹലോ ഹലോ. എന്നിട്ട് അവിടേക്ക് PTS മെമ്പർ ഇന്ത്യയൊക്കെ വന്നായിരുന്നു. അങ്ങനെ ഡാൻസ് എല്ലാവരും വന്ന് എല്ലാവരും പേര് പറയായിരുന്നു. അങ്ങനെ ആ പൂച്ച നോക്കി. അങ്ങനെ പൂച്ച പറഞ്ഞ അത് നോക്കി. രണ്ടുപേരും നോക്കി ഷോക്കായി. ഫസ്റ്റ് ജിൻ വന്ന ഹായ് ഐ എം ഓൾഡ് വൻ ജിന്നിനെ കണ്ട് ഷോക്കായി. അങ്ങനെ 7 പേര് 6 മണി കണ്ടു. എല്ലാവരും കണ്ട് ഷോക്കായി നോക്കുക. ലാസ്റ്റ് വീനെ കണ്ട് ഷോക്കായി പോയി. കിങ് എന്ന് അങ്ങനെ 2 പേര് പറയുന്നെങ്കിൽ ഇത് കേട്ടിട്ട് ഫാത്തിമ ചോദിച്ചു എൻ്റെ കിങ്കാ? ഇല്ല അവനെ കാണാൻ കിങ് മാതിരി ഉണ്ട്. ഓ നീ അവൻ്റെ ഫാർമുകളാ? ആ ഓക്കെ എന്ന് പറയുന്ന വിടി മുറയ്ക്കാൻ തുടങ്ങിയത്. അങ്ങനെ ക്യാറ്റിന് മുറയ്ക്കാൻ തുടങ്ങി. എനിക്ക് അയ്യോ ഇവരെന്ത് മുറയ്ക്കുന്നത്. അങ്ങനെ ഹീറോയും മറയില്ല ജോലിയായിട്ട് പോകും. അങ്ങനെ ആയിട്ട് എല്ലാവരും ഓട്ടോഗ്രാഫ്, നാളെ വരെ ഓട്ടോഗ്രാഫ് അങ്ങനെ എല്ലാ കിങ്ങിലും അവരുടെ ക്യാരക്ടർ അവരുടെ വോയിസ് അങ്ങനെ വീണ് കൈ പിടിച്ച് വീക്കും കുറച്ച് വീടാവാൻ തുടങ്ങി. എന്തോ ഒന്ന് ഇവർ ശരിയില്ലല്ലോ. ശരി ഓക്കെ ആർമി ഗേൾസ് അല്ലേ. അങ്ങനെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഹീറോയ്ക്ക്. ഭയങ്കര ജോലിയായിരുന്നു. ഇങ്ങനെ ഇങ്ങനെ നടന്നു വരുന്നായിരുന്നു. അങ്ങനെ ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരു 2 ഗേൾസ് 4 ഗേൾസ് വന്ന് വീണെ ബോധകർത്തി. അങ്ങനെ ഹീറോയി വന്ന് ഫൈറ്റ് ചെയ്ത് വീണെ രക്ഷിച്ച്. അതെ ഹീറോയിൻ്റെ ഫ്രണ്ട്സാണ് പറഞ്ഞ ആ ക്യാറ്റ് 2 പേര് ഫൈറ്റിങ് കറക്റ്റ് നന്നായിട്ട്. അങ്ങനെ വീണെ രക്ഷിച്ച്. അങ്ങനെ കുറച്ച് ഇതായി വീണെ ബോധം വന്നു. വീണോട് പറയാൻ തുടങ്ങി താങ്ക്സ് എന്ന് പറഞ്ഞു. വീണ്ടോട് പറയാൻ തുടങ്ങി. പറഞ്ഞ് കേട്ടിട്ട് ഷോക്കായി. വീണ്ടോട് കേൾക്കാൻ തുടങ്ങി. എന്ത് പ്രശ്നം? ഒന്നുമില്ല എന്ന് പറഞ്ഞു. 2 പേരും മുറയ്ക്കാൻ തുടങ്ങി. പ്രിൻസ് എന്ന് പറഞ്ഞാൽ അറിയാ പ്രിൻസാ? അതില്ല സാറേ, പ്രിൻസ് മാറി ഉണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞതാ. ഓ അങ്ങനെയാണോ? അങ്ങനെ അവിടെ നിന്ന് പുറപ്പെട്ടു. എടീ വായി മിട് എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ 2 പേര് വഴക്കുണ്ടാക്കി നിപ്പിച്ച് പോയി. അങ്ങനെ ഹീറോ പറഞ്ഞു തുടങ്ങി നല്ല പ്ലേസ് അല്ലേ ഇത്? അതെ